അമേരിക്കൻ ഐക്യനാടുകളുടെ വ്യോമ മേധാവിത്വത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകവും ആഗോള പ്രതിരോധ രംഗത്തെ വജ്രായുധവുമായ B-52 ബോംബർ വിമാനം തകർന്നു വീണുണ്ടായ അപകടം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെക്കൻ കാലിഫോർണിയയിലെ പ്രശസ്തമായ മൊജേവെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന എഡ്വേർഡ്സ് US വ്യോമതാവളത്തിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത്. ഒരു പതിവ് പരിശോധനാ ദൗത്യത്തിന്റെ ഭാഗമായി റൺവേയിൽ നിന്നും ആകാശത്തേക്ക് കുതിച്ചുയർന്ന തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ വിമാനത്തിന് തീപിടിക്കുകയും നിലംപതിക്കുകയുമായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കിക്കൊണ്ട് വിമാനത്തിൽ ഉണ്ടായിരുന്ന 8 പേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടതായി US സൈനിക വക്താക്കൾ സ്ഥിരീകരിച്ചു. അമേരിക്കൻ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പൈലറ്റുമാരും കൂടാതെ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ പ്രമുഖ എയ്റോസ്പേസ് കമ്പനി ബോയിങ്ങിന്റെ 2 സാങ്കേതിക വിദഗ്ധരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ ജീവനക്കാരുടെ മരണം ബോയിങ് കമ്പനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ആകാശത്ത് പതിറ്റാണ്ടുകളായി അജയനായി വാണ ഒരു മഹാവിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ ഇത്തരത്തിൽ കത്തിയമർന്നത് പെന്റഗണിനെയും US പ്രതിരോധ വകുപ്പിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിർത്തികൾ ഭേദിക്കാൻ ശേഷിയുള്ള ഈ വിമാനം എങ്ങനെയാണ് സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ ഇത്ര പെട്ടെന്ന് തകർന്നു വീണതെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. റൺവേയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഉടൻ തന്നെ വിമാനത്തിൽ തീ പടർന്നതായാണ് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് കേവലം സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണോ അതോ ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യോമസേന ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ മാസങ്ങൾ നീണ്ട വിശദമായ ശാസ്ത്രീയ അന്വേഷണവും ആവശ്യമാണ്. പെന്റഗണിന്റെ നിർദ്ദേശപ്രകാരം വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തു വരാൻ 6 മാസം വരെ സമയമെടുത്തേക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ അമേരിക്കൻ വ്യോമസേന തങ്ങളുടെ പക്കലുള്ള B-52 ബോംബർ വിമാനങ്ങളിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്ന വലിയൊരു നവീകരണ പ്രക്രിയ നടത്തി വരികയാണ്. അപകടത്തിൽപ്പെട്ട വിമാനം ഈ പറയുന്ന റഡാർ അപ്ഗ്രേഡേഷന്റെ ഭാഗമായുള്ള പരീക്ഷണ പറക്കലിലായിരുന്നോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ US സൈന്യം വിസമ്മതിച്ചു. ഈ വിമുഖത അപകടത്തെക്കുറിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. 1955 B-52 ബോംബർ വിമാനങ്ങൾ അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന് ഭീഷണി ഉയർത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഈ വിമാനങ്ങൾ പിന്നീട് അമേരിക്ക പങ്കെടുത്ത മിക്ക പ്രധാന യുദ്ധങ്ങളിലും നിർണായകമായ സാന്നിധ്യമായി മാറി. വിയറ്റ്നാം യുദ്ധകാലത്ത് വൻതോതിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ശത്രുപാളയങ്ങളെ തകർക്കാൻ അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് B-52 വിമാനങ്ങളെയായിരുന്നു. ഇതിന്റെ പുക പരത്തുന്ന സാന്നിധ്യം ശത്രു സൈന്യത്തിന് വലിയ ഭീതി പരത്തിയിരുന്നു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ സൈനിക നീക്കങ്ങളിലും സമീപകാലത്ത് ഇറാനുമായുള്ള അതിർത്തി സംഘർഷങ്ങളിലും ഈ വിമാനങ്ങൾ തന്ത്രപരമായ പങ്കുവഹിച്ചു. ശത്രു രാജ്യങ്ങളുടെ ഭൂഗർഭ അറകളും കമാൻഡ് സെന്ററുകളും തകർക്കാൻ ഇതിലും മികച്ചൊരു സംവിധാനം അമേരിക്കയ്ക്കില്ലായിരുന്നു. ആണവായുധങ്ങൾ വഹിക്കാൻ പ്രത്യേക ശേഷിയുള്ള ഈ വിമാനം അമേരിക്കയുടെ ത്രിതല ആണവ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന തൂണാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ശത്രുവിന്റെ ശക്തമായ റഡാർ കണ്ണുകളെ വെട്ടിച്ച് പറക്കാൻ ഇവയ്ക്ക് കഴിയും. വ്യോമശാസ്ത്ര രംഗത്തെ ഒരു അത്ഭുതമായാണ് B-52 ബോംബർ വിമാനങ്ങൾ കണക്കാക്കപ്പെടുന്നത്. ഇവയുടെ ഘടനയും ശേഷിയും പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഇതിനെ ആകാശ രാജാവെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകും. ഈ വിമാന അപകടത്തോടെ വീണ്ടും ആഗോള ചർച്ചകളിലേക്ക് വന്നിരിക്കുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും വിനാശകാരിയായ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഭൂമിയുടെ ആഴങ്ങളിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ചുരുക്കം വിമാനങ്ങളിൽ ഒന്നാണ് B-52. നിലവിൽ ഇറാനിലെ പർവ്വതങ്ങൾക്കിടയിൽ 100 കണക്കിന് അടി ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ ആണവ നിലയം തകർക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഈ ബോംബുകൾ ഉപയോഗിച്ചാണ്. സാധാരണ മിസൈലുകൾക്കോ ബോംബുകൾക്കോ തകർക്കാൻ കഴിയാത്ത കോൺക്രീറ്റ് പാളികളെ തുളച്ചു കയറാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. 13,608 കിലോഗ്രാം ഭാരവും 6.2 മീറ്റർ നീളവുമുള്ള ഈ ഭീമൻ ബോംബുകൾ ഉയർന്ന ബലമുള്ള പ്രത്യേക സ്റ്റീൽ ആവരണത്താലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിയുള്ള പാറകളെയും കോൺക്രീറ്റിനെയും തകർക്കാൻ ഈ കഠിനമായ ആവരണം സഹായിക്കുന്നു. ബോംബിന്റെ ഉള്ളിൽ മാത്രം ഏതാണ്ട് 2400 കിലോയോളം അതിശക്തമായ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രഹരം ഭൂകമ്പത്തിന് സമാനമാണ്. ലക്ഷ്യസ്ഥാനത്ത് 12 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നും ഇവ താഴേക്കിടുന്നത്. ബോംബിലുള്ള GPS റിസീവറും ഇനർഷ്യൻ നാവിഗേഷൻ സിസ്റ്റവും ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ലക്ഷ്യം തെറ്റാതെ ഇതിനെ മുന്നോട്ട് നീക്കുന്നു. ശക്തമായ കാറ്റോ മോശം കാലാവസ്ഥയോ ഉണ്ടായാൽ പോലും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പതിക്കാൻ ഇത് സഹായിക്കും. ഭൂമിക്കടിയിലേക്ക് 60 മീറ്ററോളം തുരന്നു കയറാൻ ഈ ബോംബുകൾക്ക് കഴിയും. ഉപരിതലത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കാതെ മണ്ണും പാറയും തുരന്ന് ലക്ഷ്യസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് കടന്ന ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്ന ഡിലേഡ് ആക്ഷൻ
ഡിറ്റോണേഷൻ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഭൂഗർഭ അറകളെ പൂർണ്ണമായും തവിടുപൊടിയാക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ പക്കൽ നിലവിൽ ഇത്തരം 20 വിമാനങ്ങൾ മാത്രമാണുള്ളത് എന്നതിനാൽ ഒരു വിമാനത്തിന്റെ നഷ്ടം പോലും തന്ത്രപരമായി വലിയൊരു തിരിച്ചടിയാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാങ്കേതിക വിദ്യയും അതിലുപരി പരിചയസമ്പന്നരായ 8 മനുഷ്യജീവനുകളുമാണ് മൊജോവോക് മരുഭൂമിയിൽ കത്തിയമർന്നത്. ആകാശത്ത് അജയനായി വാണ ഒരു യുദ്ധവിമാനത്തിന്റെ ഈ അപ്രതീക്ഷിതമായ അന്ത്യം US പ്രതിരോധ മേഖലയ്ക്ക് നികത്താനാവാത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോളതലത്തിലെ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലും ഉത്തര കൊറിയൻ അതിർത്തികളിലും പിരിമുറുക്കം തുടരുമ്പോൾ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ യുദ്ധവിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തേണ്ടത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വരും ദിവസങ്ങളിൽ പെന്റഗൺ നടത്തുന്ന അന്വേഷണങ്ങളിലേക്ക് മാത്രമായിരിക്കും ലോകരാജ്യങ്ങളുടെയും പ്രതിരോധ വിദഗ്ധരുടെയും ശ്രദ്ധ.